വെള്ളത്തിന്റെ പരിധി കവിഞ്ഞു, കൂറ്റൻ പാറക്കെട്ട് തകർന്നു, തെറിച്ചു വീണു, വയനാട്ടിൽ പൊട്ടിയത് ഒരു ജലബോംബ് എന്നൊക്കെ വാർത്തകളുടെ തലക്കെട്ടിലൂടെ വായിച്ചും കണ്ടുമൊക്കെ നാം അറിഞ്ഞതാണ്. അത് വയനാട്ടിൽ സംഭവിച്ചതിന് ശേഷമാണ് അതിന്റെ വ്യാപ്തി എത്രത്തോളം വന്ന മലയാളികൾ പോലും, എന്തിന് രാജ്യം പോലും മനസ്സിലാക്കിയത്. അതിനുശേഷവും സജീവമായി മുല്ലപ്പെരിയാർ അടക്കം ചർച്ചയായി മാറിയിരുന്നു. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആയിരുന്നു അന്ന് പാർലമെന്റിൽ ശക്തിയുക്തം വാദിച്ചിട്ടുണ്ടായിരുന്നത്. അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം അതുകൊണ്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭയിൽ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് വയനാട്ടിൽ 500 പേരുടെ ജീവൻ എടുത്തുവെങ്കിൽ 5 ജില്ലകളിലായി 5 ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായി തന്നെയാണ് മുല്ലപ്പെരിയാർ മാറിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ മനുഷ്യന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ആകാശത്ത് ഒരു കൂറ്റൻ ജലബോംബ് രൂപപ്പെടുന്നു എന്നുള്ള സൂചന കൂടി ഇതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിന്റെ പലയിടത്തും പ്രകൃതിക്ഷോഭ മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ, അടുത്ത 5 ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്തിറങ്ങുമെന്നും മഴ തീവ്രമാകുമെന്നും അതിനുശേഷം അതിതീവ്രമായ മഴ ലഭിക്കുമെന്നും ഒക്കെ തന്നെ മുന്നറിയിപ്പുണ്ട്. ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത മേഘവിസ്ഫോടനമടക്കം കേരളത്തിൽ പലയിടത്തും സംഭവിക്കുന്നു. കേരളത്തിൽ ഇന്ന് വ്യാപകമായ പെരുമഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് നാം ഇതേക്കുറിച്ചുകൂടി ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾ, പ്രത്യേകിച്ച് നദീതീരത്തും മലയോരത്തും താമസിക്കുന്നവർ ഏറെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കേരളത്തിന് മുകളിൽ, അതായത് ജില്ലകൾക്ക് മുകളിൽ വലിയ തോതിൽ മഴമേഘങ്ങൾ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഇത് നിമിഷങ്ങൾക്കുള്ളിൽ അതിശക്തമായ മഴയായി പെയ്തിറങ്ങുമ്പോൾ അതൊരു ജലബോംബായി തന്നെ വർഷിക്കുമെന്നുള്ള ഭീതിയാണ് കേരളത്തിനുള്ളത്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിന് കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനമാണെന്നുള്ള പഠനം കൂടി ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. വേൾഡ് വെതർ ആട്രിബ്യൂഷന്റെ പുതിയ വിശകലനത്തിലൂടെയാണ് ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്ത് പറയുന്നത്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ പെയ്തിറങ്ങിയത് അസാധാരണമായ മഴയാണ്. എന്നുവെച്ചാൽ സാധാരണ പെയ്യുന്ന മഴയുടെ 10% അധിക മഴ. പ്രകൃതിക്ഷോഭങ്ങളുടെ ആഘാതം ലഘൂകരിക്കുക, ഭാവിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തടയാൻ ശ്രമിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അന്തർദേശീയ കൂട്ടായ്മ തന്നെയാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവരുടെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ഒറ്റ ദിവസം പെയ്തിറങ്ങിയത് 146 മില്ലിമീറ്റർ മഴയായിരുന്നു. കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 3ാമത്തെ കനത്ത മഴയായി തന്നെയാണ് ഈ കണക്കിനെ വിശകലനം ചെയ്യുന്നത്. മനുഷ്യപ്രേരിതമായ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മണ്ണിടിച്ചിൽ മഴ കൂടുതൽ തീവ്രമാക്കിയെന്നും പഠനത്തിലൂടെ പറയുന്നുണ്ട്. മലയോര ജില്ലയായ വയനാട്ടിലെ മണ്ണ് കേരളത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞതും മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു മണ്ണാണ്. അവിടെയാണ് അതിശക്തമായ രീതിയിൽ മഴ കൂടി പെയ്തിറങ്ങുന്നത്. മഴക്കാലത്ത് ഉരുൾപൊട്ടൽ സാധ്യത തന്നെ അതുകൊണ്ട് വളരെ കൂടുതലാണ്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മലയോര മേഖലകളിലെ നിർമ്മാണം, വനനശീകരണം, ക്വാറികൾ എന്നിവ നിയന്ത്രിക്കണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.